ലാൽ സലാം. ബോക്സ് ഓഫീസിൽ ലാലേട്ടൻ താണ്ഡവം. എമ്പുരാൻ ഇറങ്ങാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ റെക്കോർഡ് കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ്. ആദ്യ ദിനത്തിൽ 50 കോടി കടക്കുമോ, വേൾഡ് വൈഡായി 100 കോടി കടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 7500 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. സിനിമയ്ക്ക് ആദ്യ ദിനം വിറ്റുപോയത് 6,28,000 ടിക്കറ്റുകളായിരുന്നെങ്കിൽ രണ്ടാം ദിവസം 1,61,000 ടിക്കറ്റും, മൂന്നാം ദിവസം 1,10,000 ടിക്കറ്റുകളും, നാലാം ദിവസം 1,00,000 മുകളിലുള്ള ടിക്കറ്റുകളും, അടുത്ത ദിവസം 1,30,000 മുകളിലുള്ള ടിക്കറ്റുകളുമാണ്. അങ്ങനെ ആകെ മൊത്തം 11,30,000 ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത്. ഡേ 1 കളക്ഷൻ ഇതുവരെ പ്രീസെയിലിലൂടെ വന്നിരിക്കുന്നത് വേൾഡ് വൈഡായിട്ട് 46 കോടിയാണ്. കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഗംഭീര റെക്കോർഡ് തുക എന്ന് തന്നെ പറയാം. ഇവിടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 11,30,00,000 രൂപയ്ക്ക് മുകളിലാണ്. അതിൽ തന്നെ ആദ്യ ദിനത്തെ കളക്ഷനായി വന്നിരിക്കുന്നത് 9 കോടിക്ക് അടുത്ത് എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ ആദ്യ വീക്കെൻഡിൽ നിന്ന് മാത്രമായി 22 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ വന്ന അപ്ഡേറ്റ് പ്രകാരം വേൾഡ് വൈഡായിട്ട് സിനിമ നേടിയിരിക്കുന്നത് 69 കോടിയാണ്. ഇതിനോടകം തന്നെ മോഹൻലാൽ ബോക്സ് ഓഫീസ് പവർ എന്ത് എന്നുള്ളത് ഇന്ത്യ മുഴുവനായി അറിഞ്ഞിരിക്കുകയാണ്. ഹിന്ദി സിനിമകളെയും അതേപോലെ തന്നെ തമിഴ് സിനിമകളെയും അവിടുത്തെ വമ്പൻ താരങ്ങളുടെ സിനിമകളായിട്ട് പോലും അവയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ലാലേട്ടൻ താണ്ഡവം ബോക്സ് ഓഫീസിൽ കാണാൻ കഴിയുന്നത്. കേരളത്തിൽ ലാലേട്ടനെ വെല്ലാനായിട്ടുള്ള മറ്റൊരു സിനിമയും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. എമ്പുരാൻ തന്നെയാണ്. പലപ്പോഴായി ആറാടുകയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും അഴിഞ്ഞാടുകയാണ് ലാലേട്ടൻ ബോക്സ് ഓഫീസിൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ നമ്മൾ കാത്തിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇന്ന് ഉത്രാടപ്പാച്ചിൽ പോലെയുള്ള ഒരു ദിനം തന്നെയാണ്. വേറെ ഒന്നുമല്ല, അവസാന ദിവസമാണ്. ഒരുപാട് പേർക്ക് ടിക്കറ്റ് കിട്ടാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് ഷോസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ട് ആദ്യ ദിനം ഏർലി മോർണിംഗ് ഷോസ് ഇല്ല. രണ്ടാം ദിവസം വെളുപ്പിനെ 3:30 തൊട്ട് ഉള്ള ഷോകളുണ്ട്. മാരത്തോൺ ഷോസ് ഉള്ള പല തിയേറ്ററുകളിലുമുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പോകുമ്പോൾ കേരളത്തിൽ വേൾഡ് വൈഡായിട്ട് 50 കോടി അടിക്കുമോ, കേരളത്തിൽ 10 കോടി 12 കോടിക്ക് മുകളിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. എന്താണെങ്കിലും ലിയോയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ തൂക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൂടാതെ വേൾഡ് വൈഡായിട്ട് 50 കോടി നേടുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്. അത് മാത്രമല്ല, ടോട്ടൽ വേൾഡ് വൈഡായിട്ടുള്ള കളക്ഷൻ നാളെ കൊണ്ട് 100 കോടിക്ക് അടുത്തേക്ക് അല്ലെങ്കിൽ 75 കോടിയെങ്കിലും എത്തുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാം, നിങ്ങളുടെ പ്രതീക്ഷകൾ കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തരണം, സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ലാൽ സലാം.